നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വിജയൻ എത്രമാത്രം വലിയ നുണയനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ രാഷ്ട്രീയ കേരളം കണ്ടത്. മാറാട് കലാപ സമയത്ത് അങ്ങോട്ട് വന്ന മുഖ്യമന്ത്രി ആൻ്റണിയെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തണമെന്ന ആവശ്യമായിട്ട് തടയുകയുണ്ടായി. ആൻ്റണിക്ക് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വിജയൻ എന്ന ഞാൻ അവിടെ നിസ്സാരമായിട്ട് സന്ദർശിച്ചു. ഇന്ദ്രനും ചന്ദ്രനും വന്നാൽ എന്നെ തടുക്കാൻ കഴിയില്ലല്ലോ എന്നല്ലേ നമ്മുടെ മുഖ്യൻ്റെ തള്ളൽ. ഇതൊക്കെ അവിടെ ഇരുന്ന് തള്ളുന്നത് കണ്ട്. എന്നാൽ ഒരു കാര്യം ഇത്തവണ സമ്മതിക്കാതെ വയ്യ. കേരളത്തിലെ മാധ്യമങ്ങൾ വിജയൻ്റെ നുണയെ, വിജയൻ്റെ തള്ളലിനെ കൃത്യമായ വസ്തുതകൾ വെച്ച് ഇന്നലെ തൊട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. എന്തായിരുന്നു വസ്തുത? അന്നവിടെ മുഖ്യമന്ത്രി ആൻ്റണി മാറാട് കലാപഭൂമി ആദ്യത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം സന്ദർശിച്ചിരുന്നു. അവിടുത്തെ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് AK ആൻ്റണി തന്നെയായിരുന്നു. വിജയനൊക്കെ അവിടെ ഈ പറയുന്ന കലാപത്തിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ കലാപത്തിന് രൂക്ഷമായ കലാപത്തിലേക്ക് വിടാനായിട്ട് കാരണം ഈ സഖാക്കൾ ഒക്കെ തന്നെയാണ്. ഇവന്മാരുടെ പങ്ക് അവിടെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ കൊല്ലപ്പെട്ട ഒരാൾ മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് വെട്ടേറ്റ് വീണ അയാളെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് CPMൻ്റെ ഭരണസമിതിയുടെ ജീപ്പ് ആ വഴി വന്നപ്പോഴത്തേക്ക് കൈ കാണിച്ച് നിർത്തിയപ്പോൾ നിർത്താതെ പോയി. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ആൾക്കാർ കൊല്ലപ്പെട്ടോട്ടെ എന്ന് കരുതിയവരാണ് അവിടുത്തെ CPMകാർ. എന്നാൽ വിജയൻ അവിടെ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ വിജയനും കോടിയേരിയൊക്കെ കൂടി മാറാട് കലാപഭൂമിയിലേക്ക് പോകുന്നു. ആദ്യത്തെ വീട്ടിൽ വെച്ച് തന്നെ തടയപ്പെടുന്നു. അതിൻ്റെ കാരണം വിജയൻ്റെ കൂട്ടത്തിൽ CPMലെ മുസ്ലിം നാമധാരികളായ CPM സഖാക്കൾ ഉണ്ടായിരുന്നു എന്നതാണ്. വിജയൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്താൻ പറഞ്ഞു എന്നൊക്കെ ഭയങ്കര പരിഹാസ രൂപത്തിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ CPMൻ്റെ മുസ്ലിം നേതാക്കൾ ഉള്ളതുകൊണ്ട് അവിടെ സന്ദർശനം നടത്താൻ കഴിയില്ലെന്ന് ജനം പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടം വഴി ഓടിയവരാണ് ഈ പിണറായി വിജയനും അന്നത്തെ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ പോലും സന്ദർശനം നടത്താൻ കഴിയാതെ ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും മറ്റേ വടിവാളുകളുടെ ഇടയിലേക്ക് കൂടെ നൂണ്ടുപോയിട്ടുള്ള വിജയൻ ആദ്യം വന്ന വീട്ടിൽ നിന്ന് ജനങ്ങളുടെ രോഷം സഹിക്കാൻ പറ്റാതെ പണ്ട് ഓഖി സമയത്ത് വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് ഓടിയതുപോലെ മാറാട് നിന്ന് ഓടിയ ചരിത്രം ഇവിടെ നിലനിൽക്കുമ്പോൾ നാണമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വീണ്ടും നുണ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയൻ നുണയനാണെന്ന് ജെൻസി പുതിയ തലമുറകൾ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ ഒരു നുണയൻ മുഖ്യമന്ത്രി, ഇതുപോലെ ഒരു വിവരം കെട്ട മുഖ്യമന്ത്രി, ഇതുപോലെ ഒരു നാണം കെട്ട ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടില്ല. നാണമുണ്ടോ മിസ്റ്റർ വിജയൻ നിങ്ങൾക്ക് ചരിത്ര നിഷേധം നടത്താൻ, ഇങ്ങനെ ചരിത്രത്തെ നോക്കി കൊഞ്ഞനം കുത്തുവാൻ? അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതില്ല എന്നറിയാം. എന്നാലും ഒരു വാദത്തിന് വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ നുണയ്ക്ക്, ഇന്നലെ പറഞ്ഞ ആ മഹാകള്ളത്തിന് പൊതുജനത്തിനോട്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അണികളോട്, ഈ നാടിനോട് മാപ്പ് പറയാൻ തയ്യാറാകുക. ഉളുപ്പില്ലാത്ത വിജയ.